ആളുകൾ പല വിധത്തിലുള്ള പ്രതികരണം എനിക്ക് തോന്നുന്നു ആളുകൾ ഇതൊക്കെ എന്തെങ്കിലും നടക്കട്ടെ, ഞങ്ങളുടേതായ വോട്ടൊക്കെ രേഖപ്പെടുത്തിക്കോളാം എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. കുറേ ആളുകളൊക്കെ ഈ വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു. രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ആയിരിക്കും ചിലപ്പോൾ വിവാദങ്ങളുടെ പിന്നാലെ കൂടുതലായി പോകുന്നതും. ഇനി ഇന്നെന്തൊക്കെയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ LDFന്റെ പ്രക്ഷോഭമൊക്കെ വരാനിരിക്കുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നോ? വേറെ എന്തെങ്കിലും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടോ പാലക്കാട്? തീർച്ചയായും ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. മറ്റൊന്ന്, CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എത്തുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട് 3 പരിപാടികളിൽ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെയും 3 പരിപാടികളിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഏറ്റവും അവസാന ലാപ്പിൽ ഏറ്റവും അവസാന ദിവസങ്ങളിലാണ് CPM മുഖ്യമന്ത്രി എത്തിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് സരിന് വേണ്ടി. ഇവിടെ തന്നെ പാലക്കാടൊക്കെ തന്നെ പലയിടങ്ങളിലും ക്യാപ്റ്റൻ റൈസ് എന്ന് പറയുന്ന ബോർഡുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് പറയുന്നു പാലക്കാടെത്തി എന്ന് പറയുന്നതും ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ചേലക്കര കഴിഞ്ഞതോടുകൂടി മുഴുവൻ കോൺസെൻട്രേഷൻ UDFന്റെ പാലക്കാടേക്ക് എല്ലാ പാർട്ടികളുടെയും ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പാലക്കാട് ക്യാമ്പ് ചെയ്യുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കും വളരെ നിർണായകമായിട്ടുള്ള പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP മണ്ഡലം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. UDF നിലനിർത്താൻ ശ്രമിക്കുന്നു. LDF വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് വിജയിക്കണം എന്ന ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നു. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം K സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഇനി ഈ ദിവസങ്ങളിൽ പാലക്കാട്ടേക്കായിരിക്കും. സംസ്ഥാന രാഷ്ട്രീയം പാലക്കാട് കേന്ദ്രീകരിക്കും. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി എത്തുമ്പോഴുള്ള ഒരു കൗതുകരമായ കാര്യം, അല്ലെങ്കിൽ എതിരാളികളൊക്കെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം, അവരുടെ സ്ഥാനാർത്ഥി സരിൻ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വളരെ ഭീകരമായ പോസ്റ്റുകളൊക്കെ ഉണ്ട്, വലിയ കുറ്റപ്പെടുത്തലുകളുമായി. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് എങ്ങനെയാണ് സരിനെ ചേർത്ത് നിർത്തുന്നത്? ഇപ്പോൾ EP പറഞ്ഞ പോലെ ആത്മകഥയിൽ വേറെ എന്തോ പറയുന്നു, ഇവിടെ പറഞ്ഞത് നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ത് സരിനെക്കുറിച്ച് പറയും എന്നറിയാനുള്ള ഒരു കൗതുകം കൂടിയുണ്ടല്ലോ ഇന്നത്തെ പ്രചാരണ പരിപാടിയിൽ. തീർച്ചയായും സരിനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്ത് പറയുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യവും കൗതുകകരവും തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനങ്ങൾ ഈ സരിൻ UDFന്റെ ഭാഗത്തായിരുന്നപ്പോൾ, കോൺഗ്രസിന്റെ ഭാഗത്തായിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ CPM അതിനെ പറയുന്നത് ഭൂതകാലം ഞങ്ങൾ നോക്കുന്നില്ല, അതിനുശേഷം ഒരു നിലപാടെടുത്ത് വന്നാൽ അത് തൊട്ടാണ് പരിശോധിക്കുക, പരിഗണിക്കുക എന്നതാണ് CPM-ന്റെ എക്കാലത്തെയും നിലപാട്. അതുകൊണ്ട് അത്തരം ട്രോളുകളിലും അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളിലുമൊന്നും കഥയില്ല, കഴമ്പില്ല എന്നതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസം EP ജയരാജൻ നേരത്തെ ആ പുസ്തക പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരു ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് ഇവിടേക്ക് വന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം നിഷേധിച്ചു, അദ്ദേഹത്തിന് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ, കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചത്, സരിൻ കോൺഗ്രസിലായിരുന്നപ്പോഴും ഇടതുപക്ഷ മനസ്സായിരുന്നു, അതിനുശേഷം കോൺഗ്രസിൻ്റെ മൂല്യച്യുതി മനസ്സിലാക്കി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു എന്നതാണ്. ആ നയമാണ് CPM സ്വീകരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ. പക്ഷേ സൂചിപ്പിച്ചതുപോലെ ട്രോളുകളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ അന്ന് സരിൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഇവിടെ നടത്തുന്ന പ്രസംഗത്തെ തുടർന്ന് അല്ലെങ്കിൽ തന്നെ ചർച്ചയാണ്, അതോ തുടർന്ന് വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, അതോടൊപ്പം UDFന്റെ KPCC അധ്യക്ഷൻ K സുധാകരൻ, അത് കൂടാതെ KPCC പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ പ്രതികരണങ്ങളും വളരെ നിർണായകമാണ്. എന്തായാലും പാലക്കാട് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. എല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിശക്തമായിട്ടുള്ള പ്രചണ്ഡ പ്രചരണമാണ് 3 മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയിക്കുക എന്ന ലക്ഷ്യവുമായി ഏവരും 3 മുന്നണികളും പാലക്കാട് എല്ലാ വമ്പന്മാരും, എല്ലാ മുന്നണികളുടെയും വമ്പൻ നേതാക്കളൊക്കെ ക്യാമ്പ് ചെയ്തുള്ള പ്രചാരണ പരിപാടികളിലാണ്. തീർച്ചയായും ഓരോ വിവാദങ്ങളിൽ അവരുടെ പ്രതികരണങ്ങളൊക്കെ വരും. അതിനോട് ഏറ്റുപിടിച്ച് മറുപ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കണം. ഇന്ന് മുഖ്യമന്ത്രി അവിടെ എത്തുന്നുവെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ പരിപാടികൾ ഒന്നായി മാറുകയും ചെയ്തത്. അപ്പോൾ G പ്രസാദ് കുമാറും S രാഗിനുമാണ് അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.